കാവ്യപത്രം സമ്മാനിക്കുന്നതിനു വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി ശ്രീ മോഹൻലാലിനെയും സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. കാവ്യപത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയ കവി ശ്രീ പ്രഭാവർമ്മയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവായ അമിതാഭ് ബച്ചന്റെ പിതാവും പ്രശസ്ത കവിയുമായ ഹരിവംശറായ് ബച്ചനാണ് സരസ്വതി സമ്മാൻ ആദ്യമായി ലഭിക്കുന്നത്. അതേ സരസ്വതി സമ്മാൻ മലയാളക്കരയിലേക്ക് കൊണ്ടുവന്ന കവിയാണ് ശ്രീ പ്രഭാവർമ്മ. ചലച്ചിത്ര ഗാനരചനയ്ക്കുള്ള രജത കമൽ ദേശീയ പുരസ്കാരം നേടിയ ശ്രീ പ്രഭാവർമ്മ ശ്രീ മോഹൻലാലിനെ കുറിച്ച് എഴുതിയ മനോഹര കാവ്യമാണ് ഈ പ്രശസ്തി പത്രമായി ശ്രീലാലിന് സമർപ്പിക്കുന്നത്. തിരുവനന്തപുരം നീറമൺകര NSS കോളേജിലെ അധ്യാപികയായ ഡോക്ടർ ലക്ഷ്മിദാസ് മംഗളപത്രത്തിലെ വരികൾ ഈ വേദിയിൽ ആലപിക്കുന്നു. അതിനായി ശ്രീമതി ലക്ഷ്മിദാസിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്രൗഢഗംഭീരമായ വേദിക്കും സദസ്സിനും വിനീതമായ നമസ്കാരം. മലയാളത്തെ വാനോളം ഉയരത്തിലെത്തിച്ച മലയാളിയുടെ പ്രിയപ്പെട്ട ലാലേട്ടന് ശ്രീ പ്രഭാവർമ്മ സാറിൻ്റെ തൂലികയിലൂടെ കേരളം നൽകുന്ന ആദരം, മോഹനം. ലോകം 100 യുഗങ്ങളായി ഒരു കനൽ കൊത്തിങ്ങു പ്രാർത്ഥിക്കയാലാകും ചാരുമനോജ്ഞദീപ്തിയുളവാം നീലാഭ്രകാന്തിക്കുമേൽ നീയാം ഭാവസമഗ്ര നാട്യമഹിതശ്രീവിധം ലോകരിൽ സ്ഥായീ ഭാവമണച്ചു നിന്നു തെളിയുന്നു. സ്ഥായീ ഭാവമണച്ചു നിന്നു തെളിയുന്നു സൂര്യതാരോപമം. കാലം ചെന്നു വിളഞ്ഞ കന്മലകൾ നീ നിന്നുള്ളിലെ ഭാവനാലോലത്വം തരുവേതു ചിറ്റുളികളാൽ നന്നായി കടങ്ങീ വിധം ചാരുത്വം വഴിയുന്ന ശില്പനികരം തീർക്കുന്നു. ദൂരത്തതിൻ സാരത്വം തിരിയാതെ വിസ്മിത മനസ്സായി നോക്കി നിൽക്കുന്നിവർ. ദൂരത്തതിൻ സാരത്വം തിരിയാതെ വിസ്മിത മനസ്സായി നോക്കി നിൽക്കുന്നിവർ. നീളേ നൂതന ഭാവശില്പമഖിലം നീ നിന്നുടൽ കാതലെ കാലേ തന്നെ കടഞ്ഞു തീർത്തതിൽ നിൻ ഹൃദ്രക്തവും മാംസവും ജീവൻ തന്നെയുമുള്ളതായി അറിയുവോർ ഞങ്ങൾ. മഹാനാട്യമാം വാഴ്വിൻ ചിത്രപടങ്ങൾ കണ്ടു നിറയുന്നു നിന്റെ രംഗങ്ങളിൽ. മഹാനാട്യമാം വാഴ്വിൻ ചിത്രപടങ്ങൾ കണ്ടു നിറയുന്നു
സത്യം സാത്വികമാണുഭാവം ഇഹ നിൻ കണ്ണൊന്നിൽ മറ്റേതിലോ നിത്യം ഘോര നൃശംസരൗദ്രമിനിയും കൺകോണിലോരായിരം മട്ടിൽ ഹാസമുണർത്തിടും മധുരമാം നർമ്മം കുറുമ്പേറിടും കുട്ടിത്തം നിറയും കുരുന്നഗതിയ ചുണ്ടത്ത് ഇടം തോളിലും രാഗം ശത്രുത ഉൾഭയം പ്രണയവും വൈരാഗ്യവും വിസ്മൃതിരോഗം ശാന്തത വൈരമുൽക്കട മഹാദുഃഖം മനോഘർഷവും കറ്റെ കറ്റയെരിഞ്ഞു നിൽക്കുമുയിരിൻ വിഭ്രാന്തിയും ഭ്രാന്തിയും മുറ്റും നിൻമുഖമല്ലി എങ്ങുമിവരിൽ തീവ്രം പകർന്നു ചിരം നിൻമുഖമല്ലി എങ്ങുമിവരിൽ തീവ്രം പകർന്നു ചിരം ലാളിത്യം വിനയത്വമൊട്ടുമകലാതെന്നാളിലും മിന്നി നിന്നാളും തീക്ഷ്ണയുവത്വമങ്ങതിലെഴും ബാലത്വവും ചേരുകിൽ ലാലത്വം ലാളിത്യം വിനയത്വമൊട്ടുമകലാതെന്നാളിലും മിന്നി നിന്നാളും തീക്ഷ്ണയുവത്വമങ്ങതിലെഴും ബാലത്വവും ചേരുകിൽ ലാലത്വം മഹിതത്വമേറുമതിനാലേ ധന്യമീ കേരളശ്രീലത്വം ശുഭമാർന്നു നന്ദി പറയാമേ മോഹനത്വത്തിനായി മഹിതത്വമേറുമതിനാലേ ധന്യമി കേരളശ്രീലത്വം ശുഭമാർന്നു നന്ദി പറയാം ഈ മോഹനത്വത്തിനായി ശുഭമാർന്നു നന്ദി പറയാം ഈ മോഹനത്വത്തിനായി. മാം, അടുത്തതായി ശ്രീ മോഹൻലാലിനുള്ള ചിത്ര സമർപ്പണമാണ്. എ രാമചന്ദ്രന്റെ താമരക്കുളത്തിന്റെ ലോകം എന്ന ചിത്രമാണ് സമർപ്പിക്കുന്നത്. കേരളം ലോകത്തിന് സംഭാവന ചെയ്ത ചിത്രകലാരംഗത്തെ അതുല്യ പ്രതിഭയാണ് കഴിഞ്ഞ വർഷം അന്തരിച്ച എ രാമചന്ദ്രൻ. കേരള ചുവർചിത്രകലയുടെയും മിനിയേച്ചർ പെയിന്റിങ്ങിന്റെയും സാരാംശം ഉൾക്കൊണ്ടാണ് ഈ ചിത്രം രചിച്ചിട്ടുള്ളത്. രാമചന്ദ്രന് താമരക്കുളം വെള്ളവും പൂക്കളും മാത്രമായിരുന്നില്ല, അതൊരു വിശ്വം തന്നെയായിരുന്നു. ഓരോ ചിത്രവും പ്രകൃതിയുടെ കവിതയിലേക്ക് തുറക്കുന്ന ജാലകം പോലെയാണ്. പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല, ജീവന്റെ ആഴത്തിലുള്ള വൈവിധ്യവും ഇതിൽ പ്രതിഫലിക്കുന്നു. ഇന്ത്യൻ ചിത്രകലാരംഗത്തെ അതികായന്റെ വിഖ്യാത രചന സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഇതിനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാലനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ വി ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, പ്രിയപ്പെട്ട ശ്രീ സജി ചെറിയാൻ മിനിസ്റ്റർ, വളരെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ GR അനിൽ, മറ്റ് എല്ലാ ബഹുമാനായ വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ നമ്മുടെ ആകെ പ്രിയപ്പെട്ട ലാലേട്ടൻ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വാക്കുകൾക്കപ്പുറം അഭിമാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. കേരളത്തിൻ്റെ ഈ അതുല്യ പ്രതിഭ ഇവിടെ തൊട്ടുമുമ്പ് ആലപിച്ച വരികളിലെ പോലെ എങ്ങനെ ഒരു മനുഷ്യൻ എത്രത്തോളം ഉയർന്നു പോകുമ്പോൾ വിനയവും ലാളിത്യവും എങ്ങനെ ആ മനുഷ്യനിൽ സന്നിവേശിക്കുന്നു എന്നുള്ളതാണ് ആ കവിതയിൽ കൂടെ നമ്മൾ കേട്ടത്. അങ്ങേയറ്റം അർത്ഥസമ്പുഷ്ടമാണ് ലാലേട്ടൻ്റെ ജീവിതം. നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ അത് കൂടുതൽ മെച്ചപ്പെട്ട തരത്തിൽ ഇനിയും ഭാവിയിൽ
കേരളത്തിനും നമ്മുടെ നാടിനും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നന്ദി സർ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ശ്രീ GR അനിലിനെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ഏറെ ബഹുമാനായ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലാലേട്ടൻ, വേദിയിലുള്ള ധനകാര്യമന്ത്രി ഉൾപ്പെടെ സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ അടക്കമുള്ള ബഹുമാന്യരെ, വേദിയിലും സദസ്സിലുമുള്ള സ്നേഹിതരെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. മലയാളിക്ക് അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് മോഹൻലാലിനെ സ്വീകരിക്കാൻ ഈ വേദി ഒരുക്കിയതിനെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മോഹൻലാലിന് കൂടുതൽ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മലയാളത്തിലെ ആദ്യത്തെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ജേതാവും ലോകാരാധ്യനായ ചലച്ചിത്രകാരനുമായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട മന്ത്രിമാരായ ശ്രീ KN ബാലഗോപാൽ, ശ്രീ GR അനിൽ, ശ്രീ റഹീം MP, ശ്രീ ആന്റണി രാജു, ശ്രീ ജോഷി, ശ്രീ അംബിക, ഇതൊരു വിട്ടുപോയത് ശ്രീ അധ്യക്ഷനായ ശ്രീ ശിവൻകുട്ടി, സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ, ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, എനിക്ക് മോഹൻലാലിനോടൊപ്പം പ്രവർത്തിക്കാൻ ഇനിയും അവസരം കിട്ടിയിട്ടില്ല, അത് സംഭവിച്ചില്ല. പക്ഷേ മോഹൻലാലിൻ്റെ കഴിവുകളെപ്പറ്റി അങ്ങേയറ്റം അഭിമാനിക്കുകയും അതിന് ആദരവ് നൽകുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സന്ദർഭവശാൽ പറയട്ടെ, ശ്രീ മോഹൻലാലിന് ആദ്യത്തെ അഭിനയത്തിനുള്ള ആദ്യത്തെ ദേശീയ അവാർഡ് നൽകുന്ന ജൂറിയുടെ അധ്യക്ഷനായിരുന്നു ഞാൻ. അപ്പോൾ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഉള്ള ബഹുമതികൾ ആരംഭിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അക്കാര്യത്തിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇന്ന് 2 ദശാബ്ദം മുമ്പ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളോ വലിയ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആദരവ് പ്രകടിപ്പിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും പ്രത്യേക താല്പര്യമെടുത്താണ് അദ്ദേഹത്തിനെ ഇതുപോലെ ആദരിക്കുന്നത്. അതിലെനിക്ക് നിങ്ങളെല്ലാവരോടൊപ്പം എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ വലിപ്പം ഈ വേദി പങ്കിടുന്ന ഓരോരുത്തർക്കും അറിയാം, ഈ സദസ്സിലുള്ള ഓരോരുത്തർക്കും അറിയാം. ഇത് പ്രതിനിധീകരിച്ച ആളാണ് ശ്രീ മോഹൻലാൽ. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ മലയാളിക്കും തങ്ങളുടെ സ്വന്തം പ്രതിബിംബം ഈ നടനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നമുക്കെല്ലാവർക്കും, നമ്മുടെ മലയാളികളായ അവരെവിടെ ജീവിക്കുന്നവരായാലും അവരുടെ എല്ലാം സ്നേഹപാത്രമായിട്ട് മാറാൻ കഴിഞ്ഞത്. മോഹൻലാലിന് ഇനിയും വരുന്ന എത്രയോ ദശാബ്ദങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്ന അഭിനയ ജീവിതവും കൂടുതൽ വിജയവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. നമസ്കാരം. നന്ദി സർ. ആശംസാ പ്രസംഗത്തിനായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ശ്രീമതി അംബികയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ട് ഈ ഫംഗ്ഷന് എന്നെ ക്ഷണിച്ചതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കാരണം ലാലേട്ടൻ്റെ ഈ ഫംഗ്ഷൻ, ഇപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് മാത്രം ലാലേട്ടനല്ല കേട്ടോ. കാരണം ഞാൻ എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ ലാലേട്ടനെ ഒരു പ്രാവശ്യം പോലും, തമിഴ്, തെലുഗു, കന്നഡ
ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഒരിക്കൽ പോലും മോഹൻലാൽ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. ലാലേട്ടനെക്കാളും വയസ്സിന് മൂത്ത ആൾക്കാർ പോലും നിങ്ങളുടെ ലാലേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ എന്നാണ് പറയാറ്. സോ അപ്പോൾ എല്ലാവരുടെയും സൗത്ത് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിൽ അഭിനയിക്കുന്നതുകൊണ്ട് എനിക്കത് അറിയാം. ലാലേട്ടൻ എന്നുള്ള വാക്ക് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ലാലേട്ടൻ്റെ മൈൽ സ്റ്റോൺ ആയിട്ട് മാറിയിട്ടുള്ള 2 പടങ്ങൾ, വിൻസെന്റ് ഗോമസിന്റെ കൂടെ ആൻസി ആയിട്ടും സാഗർ ഏലിയാസ് ജാക്കിയുടെ കൂടെ അശ്വതി വർമ്മയായിട്ടും അഭിനയിക്കാൻ കഴിഞ്ഞ എനിക്ക് ഈ ഫംഗ്ഷന് വരാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഡയറക്ടർ ദേ ഇവിടെ ഇരിക്കുന്നുണ്ട്, മധുചേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ അപ്പോൾ ലാലേട്ടൻ്റെ ഈ ഫംഗ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ അതെനിക്കൊരു വലിയൊരു മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്തിന്. അതിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. ഒപ്പം ലാലേട്ടൻ ഈ അവാർഡ്സ് ഇത്രയും നല്ല വളരെ വളരെ വർഷങ്ങൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇതുപോലെ വീണ്ടും വീണ്ടും അവാർഡ്സ് കിട്ടുമ്പോൾ എന്നെയും വിളിച്ച് വീണ്ടും ലാലേട്ടനെ കാണാൻ, നിങ്ങളോടൊപ്പം കാണാൻ ഇവിടെ വരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. മാം, ഈ വേദിയിൽ സംസ്ഥാന സർക്കാരിന്റെ ആദരം ഏറ്റുവാങ്ങിയ മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മോഹൻലാലിനെ മറുപടി പ്രസംഗത്തിനായി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു.